നമസ്കാരം. പാർട്ടിയെ ഒരു കോർപ്പറേറ്റ് ഭരണം പോലെ കൊണ്ടു നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടാണ് കേരളം കാണുന്നത്. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇപ്പോൾ എന്നെ വിളിച്ചു. ഡൽഹിയിലെ ചർച്ചകളെക്കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, KC എങ്ങാനും കെട്ടിയിറക്കി സത്യപ്രതിജ്ഞ നടത്തിയാൽ ആ സത്യപ്രതിജ്ഞ ഹാളിലേക്ക് സോയിമോൻ വരണ്ട. ഞാൻ ചോദിച്ചു, എന്താ കാരണം? അവിടെ പൊരിഞ്ഞ അടി നടക്കും. കസേരയെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം അടിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ചില പാർട്ടി വിലക്കുകൾ ഉള്ളതുകൊണ്ട് പ്രകടനങ്ങളൊന്നും അത്ര കെങ്കേമമായി കേരളത്തിൽ നടക്കുന്നില്ല. KCയെ കെട്ടിയിറക്കാനുള്ള ഏത് തീരുമാനവും പൊരിഞ്ഞ അടിയിൽ കലാശിക്കും. രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിൽ വെച്ച് കേന്ദ്ര നിരീക്ഷകരോട് പറഞ്ഞു, പ്രകടനത്തിന് ആളെ ഇറക്കാൻ എനിക്ക് കഴിയും. താൻ പാർട്ടിക്ക് വിധേയനായി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രകടനങ്ങളും ഫ്ലെക്സ് യുദ്ധങ്ങളും താൻ കേരളത്തിൽ നടത്താത്തത്. മരവാഴകളായ 102 MLA-മാർ കേരളത്തിലുണ്ട്. അവരിപ്പോൾ മുഖം പൂഴ്ത്തി മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അവരുടെ അണികളും കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ ചോദിക്കുന്നു, ഇതുപോലെ കഴിവുകെട്ട ഒരു നേതൃത്വമാണോ നിങ്ങളുടേത്? ഹൈക്കമാൻഡ് ഏറ്റവും അധംപതിച്ചിരിക്കുന്നു. ഏപ്രിൽ 9-ാം തീയതിയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്തംകമ്മികൾ ഒഴികെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇക്കുറി വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായിരുന്നു. ഇക്കാര്യം ബോധ്യപ്പെടാത്തത് ഒരേ ഒരു കക്ഷിക്ക് മാത്രം, സാക്ഷാൽ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും വിവേകമുണ്ടായിരുന്നു എങ്കിൽ ഏപ്രിൽ 9-നും മെയ് 4-നും ഇടയിലുള്ള ഈ ദൈർഘ്യമേറിയ ദിനങ്ങൾ, ഈ ദിവസങ്ങളിൽ ചില അനുരഞ്ജന ചർച്ചകൾ നടത്തുകയും ഒരു ഫോർമുല തയ്യാറാക്കുകയും ചെയ്യാമായിരുന്നല്ലോ. അതിനു പകരം വിജയിച്ചു വരുന്ന MLA-മാരിൽ ഭൂരിപക്ഷം KCയെ പിന്തുണയ്ക്കുമെന്ന് രാഹുലും കണക്കുകൂട്ടി. അങ്ങനെ MLA-മാരുടെ തലയെണ്ണി KCയെ ഇങ്ങോട്ടേക്ക് കെട്ടിയിറക്കാം എന്നതായിരുന്നു രാഹുലിൻ്റെ കണക്കുകൂട്ടൽ. ഇപ്പോൾ ആകെ വിഷണ്ണനായി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ കണ്ട് ഇന്ത്യ മൂക്കത്ത് വിരൽ വയ്ക്കുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നു, മുഖ്യമന്ത്രി ചർച്ചയിൽ താൻ പങ്കെടുക്കില്ല, കാരണം AICC ജനറൽ സെക്രട്ടറി ആ സ്ഥാനം ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി ചർച്ച AICC അധ്യക്ഷനും കേന്ദ്ര നിരീക്ഷകരുമൊക്കെ ചേർന്ന് നടത്തട്ടെ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഉള്ളിലിരിപ്പ് എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും വ്യക്തമാണ്. KCയെ എങ്ങനെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കണം. അതിന് താൻ ഒന്നിലും മുൻകൈയെടുക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുക. മറുവശത്ത് പ്രിയങ്ക ഗാന്ധിയുടെ മനസ്സിലിരിക്കുന്നതും KCയെ ഇവിടെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ്. എന്നാൽ വയനാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ കൂട്ടത്തോടെ KCയെ ഇങ്ങോട്ട് കെട്ടിയിറക്കല്ല് എന്ന് ഇമെയിലുകൾ അയക്കുന്നു പ്രിയങ്ക ഗാന്ധിക്ക്. 2029-ലെ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയും ഭയപ്പെടേണ്ടി വരും. ഇതാണ് ഹൈക്കമാൻഡിൻ്റെ കളിയെങ്കിൽ കേരളം തിരിഞ്ഞുകുത്തും. ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു വരുത്തി രമേശിനെയും സതീശനെയും സമ്മർദ്ദത്തിലാഴ്ത്തുകയായിരുന്നു ഹൈക്കമാൻഡിൻ്റെ മുഖ്യ ലക്ഷ്യം. വാരിക്കുഴിയിൽ വീണ സതീശൻ ഇപ്പോൾ കട്ടക്കിടഞ്ഞു നിൽക്കുന്നു. തനിക്കൊരു മന്ത്രിസ്ഥാനവും വേണ്ട, താൻ മന്ത്രിസഭയിലേക്കില്ല എന്ന കടുത്ത നിലപാട് ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു സതീശൻ. സമാനമായ നിലപാടാണ് രമേശ് ചെന്നിത്തലയും സ്വീകരിച്ചിരിക്കുന്നത്. എന്നും സമവായത്തിൻ്റെ ഒരു വക്താവായി അറിയപ്പെട്ടിരുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ കട്ടയ്ക്ക് നിലപാടെടുത്തിരിക്കുന്നു. വളരെ തന്ത്രപരമായി MLA-മാരിൽ ഭൂരിപക്ഷം ഉറപ്പിച്ച് KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദം തട്ടിയെടുക്കാൻ ശ്രമങ്ങൾ നടത്തുകയായിരുന്നുവെന്ന് ഇപ്പോൾ VD പക്ഷവും രമേശ് പക്ഷവും കണക്കുകൂട്ടുന്നു. ജനമന്തം വിട്ട് നിൽക്കുകയാണ്. ഹൈക്കമാൻഡിൻ്റെ ഈ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത്. 102 മരവാഴകളെ തെരഞ്ഞെടുത്ത് വിട്ട ജനത്തെയാണ് ഇവർ കൊഞ്ഞനം കുത്തുന്നത്. ഈ 102 എണ്ണം പോരാ, മറ്റൊരാളെ തെരഞ്ഞെടുക്കണമെന്ന് വാശി പിടിക്കുന്ന ഹൈക്കമാൻഡ്. ഈ 102 MLA-മാരിൽ ഭൂരിപക്ഷമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളൊന്നും മുഖ്യമന്ത്രി കസേരയ്ക്ക് യോഗ്യരല്ല, യോഗ്യനായ മറ്റൊരാൾ അങ്ങ് ഡൽഹിയിലുണ്ടെന്ന്. ഡൽഹിയിലുള്ളവനെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്താൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാമെന്ന് ജനം. ഇരിക്കൂറിലെന്നല്ല, കേരളത്തിലെ ഏത് സുരക്ഷിത മണ്ഡലത്തിലും KC വേണുഗോപാൽ മത്സരിക്കാനിറങ്ങിയാൽ ജനം തിരിഞ്ഞുകുത്തുമോ എന്നിപ്പോൾ ഹൈക്കമാൻഡ് പോലും ഭയപ്പെടുന്നു. കോൺഗ്രസിന് വലിയ വിജയമാണ് സ്വർണ്ണത്താലത്തിൽ വെച്ച് ഈ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ ജനങ്ങൾ സമർപ്പിച്ചത്. രാഹുൽ ഗാന്ധി ഒരു മരമണ്ടനാണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ പച്ചയ്ക്ക് ചോദിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി എങ്ങനെ ഇന്ത്യയെ നയിക്കും എന്ന ചോദ്യം ഇപ്പോൾ കേരളത്തിൽ നിന്നുയരുന്നു. ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിവില്ലാത്ത ഒരു നേതൃത്വമാണ് കോൺഗ്രസിൻ്റെ. എന്തുകൊണ്ടാണ് KC വേണുഗോപാലിനെ രാഹുൽ ഇത്രയധികം ഭയപ്പെടുന്നത്? ഇതൊരു ചെറിയ കളിയല്ല എന്ന് വ്യക്തം. സങ്കീർണമായ പ്രശ്നങ്ങളാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് കേന്ദ്ര നിരീക്ഷകർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകി. AICC അധ്യക്ഷൻ ഖാർഗെ വിറളി പിടിച്ചു നിൽക്കുന്നു. പിണറായി വിജയനെ ഇറക്കിവിട്ടത് തങ്ങളാണ് എന്ന മട്ടിലാണ് ഇവിടെ ചിലർ പ്രചരണം നടത്തുന്നത്. അതിൽ ഒരു വാസ്തവവുമില്ല. പിണറായി വിജയൻ എന്ന ഏകാധിപതിയോട്, പിണറായി വിജയൻ്റെ ഭരണകൂടത്തോട് ജനങ്ങൾക്കുണ്ടായ
വലിയ വെറുപ്പിൻ്റെ ഭാഗമായിരുന്നു പിണറായിയെ ഇറക്കിവിട്ട തെരഞ്ഞെടുപ്പ്. മെയ് 4-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ചില നേതാക്കൾക്ക് വേണ്ടി പിന്നീട് മാറ്റി പ്രചരണം തുടങ്ങി. അവിടെയാണ് ആദ്യ താളം തെറ്റൽ. എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ആ ഘട്ടത്തിൽ ഇതൊന്നും നിയന്ത്രിച്ചില്ല? സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ യുദ്ധം ഇപ്പോൾ തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ജയിച്ചത് നിങ്ങളല്ല, ജയിപ്പിച്ചതും നിങ്ങളല്ല എന്ന് ആദ്യം കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം. ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കേരളത്തിലെ ജനങ്ങളാണ്, തോൽപ്പിച്ചത് പിണറായി വിജയനെയാണ്. 3 ഓപ്ഷനുകളാണ് ഇപ്പോൾ ഡൽഹിയിൽ വലിയ ചർച്ചകളായി മാറിയിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ഉപമുഖ്യമന്ത്രിയുമായി ഒരു ഫോർമുല. എന്നാൽ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് വി.ഡി. സതീശൻ. മറ്റൊരു ഫോർമുല കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയും സതീശൻ ഉപമുഖ്യമന്ത്രിയും. ഇതിനോട് രമേശ് ചെന്നിത്തല വിഭാഗം മുഖം തിരിക്കുന്നു. ഒരു കാരണവശാലും കെ.സി. വേണുഗോപാലിനെ അംഗീകരിക്കില്ല എന്ന കടുത്ത നിലപാടിൽ രമേശ് പക്ഷവും വി.ഡി. പക്ഷവും തുടരുന്നു. എന്നാൽ ഒരു സമവായം എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കി വി.ഡി. സതീശനെ ഉപമുഖ്യമന്ത്രിയാക്കിയാൽ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയും തെളിയുന്നു. ഇത്തരമൊരു നീക്കത്തോട് കെ.സി. വേണുഗോപാൽ യാതൊരു വിധത്തിലും സഹകരിക്കുന്നില്ല. ഹൈക്കമാൻഡിലെ ഭൂരിപക്ഷം നേതാക്കളെയും തൻ്റെ പക്ഷത്തൊരുക്കി നിർത്തിയ വേണുഗോപാൽ സമർത്ഥമായി കരുക്കൾ നീക്കുന്നു. ഭൂരിപക്ഷം എം.എൽ.എമാരും തന്നെ പിന്തുണച്ചിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു അട്ടിമറി എന്ന ചോദ്യമാണ് ഇവിടെ വേണുഗോപാൽ ഉയർത്തുന്നത്. സതീശനെ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ചാൽ അത് വലിയ പൊട്ടിത്തെറിയിൽ അവസാനിക്കും എന്ന സൂചനയും കെ.സി. വേണുഗോപാൽ നൽകുന്നു. മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ് ഇന്നലെ വേണുഗോപാലിനെ കുരുക്കിയതെങ്കിൽ ഇന്നിപ്പോൾ മുസ്ലിം ലീഗിനെ ഒതുക്കുന്നതിൽ കെ.സി. വേണുഗോപാൽ വിജയിച്ചു. കേരളത്തിലെ ഒരു വൻ വ്യവസായിയെ കളത്തിലിറക്കിയിരിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. ഡൽഹിയിലെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ വ്യവസായിയെ കളത്തിലിറക്കി ലീഗിനെ മെരുക്കിയെടുക്കുന്നതിൽ വേണുഗോപാൽ വിജയിച്ചു. ചുരുക്കത്തിൽ മുസ്ലിം ലീഗ് അടക്കം ഇപ്പോൾ വേണുഗോപാലിന് അനുകൂലമായി നിൽക്കുന്നു. വേണുഗോപാലിൻ്റെ സ്വാധീനം മറികടക്കണമെങ്കിൽ രമേശ് ചെന്നിത്തല വിഭാഗവും വി.ഡി. സതീശൻ വിഭാഗവും ഒരുമിക്കണമെന്ന സ്ഥിതിവിശേഷമാണ് ഡൽഹിയിൽ. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ നിരാശയുടെ പടുകുഴിയിൽ. ഒരു ഒത്തുതീർപ്പ് ഫോർമുല വി.ഡി. പക്ഷത്തിനും രമേശ് ചെന്നിത്തല പക്ഷത്തിനും ഇടയിൽ രൂപപ്പെട്ടാൽ കെ.സിയെ ഒതുക്കാൻ കഴിയും. വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന കടുത്ത നിലപാടിലായിരുന്നു നേരത്തെ മുസ്ലിം ലീഗ്. എന്നാൽ ഉന്നത വ്യവസായിയുടെ ഇടപെടലോടെ അതിന് നേരിയ ശമനം വന്നിരിക്കുന്നു. മുസ്ലിം ലീഗ് കെ.സിക്കെതിരെ കടുത്ത നിലപാടെടുക്കരുത് എന്ന അഭ്യർത്ഥന ലീഗ് നേതൃത്വം അംഗീകരിച്ചു. എന്നാൽ ലീഗിന്റെ പിടിവിട്ട് കാര്യങ്ങൾ തെരുവിലേക്ക് ഇപ്പോൾ വലിച്ചിഴക്കപ്പെടുന്നു. രാഹുൽ ഗാന്ധി പരസ്യമായി ആരെയും പിന്തുണയ്ക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും രഹസ്യമായി പൂർണ്ണമായി കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് തുടരുന്നു. മറുവശത്ത് പ്രിയങ്ക ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയെ ഒറ്റയ്ക്ക് കണ്ട് ദീർഘനേരം സംസാരിച്ചു. തൽക്കാലത്തേക്ക് രമേശ് മുഖ്യമന്ത്രിയാവാനുള്ള നിർദ്ദേശമാണ് സോണിയാഗാന്ധി നൽകിയത്. എന്നാൽ സോണിയാഗാന്ധിക്കും അപ്പുറം മക്കൾ കളത്തിൽ പിടിമുറുക്കിയതോടെ ആകെ സങ്കീർണമായി. മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് സതീശൻ ഔട്ടായി എന്ന സൂചന കൂടുതൽ ശക്തമായതിനെ തുടർന്നാണ് രമേശ് ചെന്നിത്തല വിഭാഗത്തിന് പിന്തുണ നൽകുന്നതിനെക്കുറിച്ച് സതീശൻ ക്യാമ്പ് ആലോചിച്ചു തുടങ്ങിയത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുകയും സതീശൻ ഉപമുഖ്യമന്ത്രി ആവുകയും ചെയ്താൽ പ്രശ്നങ്ങൾ രമ്യമായി തീരും എന്ന് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ തുടർച്ചയായി ഹൈക്കമാൻഡിനെ ഓർമ്മപ്പെടുത്തുന്നു. 2021 അന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റി വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയതിന് പിന്നിൽ കെ.സി. വേണുഗോപാലിന്റെ കരുനീക്കങ്ങളായിരുന്നു. ഇത് 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കെ.സിയുടെ നീക്കങ്ങളായിരുന്നു എന്ന് വ്യക്തം. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയിൽ കൂടുതൽ പിടിമുറുക്കിയ കെ.സി. വേണുഗോപാൽ കേരളത്തിലെ സംഘടനാ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ടു. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള AICC സെക്രട്ടറിയേക്കാൾ കൂടുതൽ കേരളത്തിലെ കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിച്ചു. എന്തുകൊണ്ടാണ് AICC ജനറൽ സെക്രട്ടറിക്ക് ഇത്തരമൊരു അവസരം നൽകിയത് രാഹുൽ ഗാന്ധി? അതുകൊണ്ടാണല്ലോ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ കെ.സി. ശക്തമായി ഇടപെട്ടത്. ഒരു കാര്യം വ്യക്തമാണ്, ഇനി മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയായാലും വേണുഗോപാൽ പിടിമുറുക്കും. തനിക്ക് വേണ്ടപ്പെട്ടവരെ മന്ത്രിസഭയിൽ തിരികെ കയറ്റും. ഒരു പാരലൽ മുഖ്യമന്ത്രിയായി ഡൽഹിയിലിരുന്ന് കരുനീക്കങ്ങൾ നടത്തും. ഭരണത്തിന്റെ റിമോട്ട് കൺട്രോൾ തന്റെ കൈപ്പിടിയിലായിരിക്കുമെന്ന നേതാക്കൾക്കും മറ്റ് MLA-മാർക്കുമൊക്കെ ശക്തമായ സൂചനയാണ് കെ.സി. നൽകുന്നത്. വകുപ്പ് വിഭജനത്തിൽ ഉൾപ്പെടെ കെ.സി. തന്റെ സ്വാധീനം ചെലുത്തും. അധികാര വിഭജന ചർച്ചകളിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനം കുറയ്ക്കാനുള്ള കരുനീക്കങ്ങളും കെ.സിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. സോണിയാഗാന്ധിയുടെ നിലപാട് തന്നെയായിരിക്കും ഈ അധികാര പോരാട്ടത്തിൽ നിർണായകമാവുക. ഡൽഹിയിലെ മുതിർന്ന നേതാക്കൾക്ക് കെ.സി. വേണുഗോപാലിനെ എങ്ങനെയെങ്കിലും ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് കെട്ടുകെട്ടിക്കണം. അതുകൊണ്ട് അവർ കെ.സി. മുഖ്യമന്ത്രിയാവട്ടെ എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു.
സോണിയാഗാന്ധി KC വേണുഗോപാലിനൊരു നിർദ്ദേശം നൽകിയാൽ KC പിന്നോട്ട് മാറും എന്ന പ്രതീക്ഷയാണ് രമേശ് ചെന്നിത്തല ക്യാമ്പിന്. രാഹുൽ ഗാന്ധിയുടെ അതിവിശ്വസ്തനായ വേണുഗോപാലിനെ പിണക്കാതെ തന്നെ കേരളത്തിൽ ഒരു പ്രാദേശിക നേതൃത്വത്തെ വളർത്തേണ്ടിയിരുന്നു ഗാന്ധി കുടുംബം. ഇപ്പോൾ ആകെ വെട്ടിലായിരിക്കുന്ന അവസ്ഥ. KC വേണുഗോപാലിനോടുള്ള അമർഷത്തിൽ നേരത്തെ ഒരുപിടി മുതിർന്ന നേതാക്കൾ AICCയിൽ നിന്നും പാർട്ടിയിൽ നിന്നുമൊക്കെ പുറത്തേക്ക് പോയിരുന്നു. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിന് മുന്നിലും. ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ പാർട്ടി കൈമോശം വരുമെന്ന് രാഹുൽ ഗാന്ധിയെ മുതിർന്ന നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ KCയോടുള്ള അതിവിശ്വസ്തതയാണ് രാഹുലിനെ പല തലത്തിലും ഇപ്പോൾ തടസ്സപ്പെടുത്തുന്നത്. അമേഠിയിൽ തോറ്റ രാഹുലിനെ അന്ന് വയനാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച KCയുടെ തന്ത്രം അന്ന് രാഹുലിനെ ഹഠാത് ആകർഷിച്ചിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിക്ക് ഒരു സാധ്യത വരുമ്പോൾ KC അതിന് പരിഗണിക്കാം എന്ന വാക്കും രാഹുലിൽ നിന്ന് KC അന്ന് നേടിയെടുത്തു. ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണ MLA-മാരിൽ മഹാഭൂരിപക്ഷവും പിന്തുണയ്ക്കുന്നത് KC വേണുഗോപാലിനെയാണ്. അതുകൊണ്ട് സതീശൻ അവകാശവാദം ഉന്നയിക്കേണ്ട എന്നാണ് KC പക്ഷം സതീശൻ ക്യാമ്പിനോട് ശക്തമായി പറയുന്നത്. ഹൈക്കമാൻഡ് ശക്തമായ സമ്മർദ്ദം സതീശൻ ക്യാമ്പിന് മേൽ ചെലുത്തുന്നു. ഒരു വശത്ത് രമേശ് ചെന്നിത്തലയുടെ പരിചയ സമ്പത്ത്, മറുവശത്ത് VD സതീശന്റെ ചുറുചുറുക്ക്. എന്നാൽ ഇതിലൊക്കെ അപ്പുറം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ കരുനീക്കങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സ്വാധീനമുറപ്പിച്ചുള്ള കളിയാണ് KC നടത്തുന്നത്. അതിന് ജനപിന്തുണയില്ല. KC വേണുഗോപാലിന് ജനപിന്തുണയില്ല എന്ന് വ്യക്തമാണ്. മറുവശത്ത് സതീശന്റെ നീക്കങ്ങളിൽ ചില പാളിച്ചകൾ സംഭവിച്ചു. അത് സതീശന് ഇപ്പോൾ വിനയായി മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ പല ഭാഗത്തും സതീശന് വേണ്ടി പ്രകടനത്തിനു വേണ്ടി ഇറങ്ങിയവരെ ചൊല്ലിയുള്ള തർക്കം മുറുകുകയാണ് ഒരു വശത്ത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ MSF വിദ്യാർത്ഥികളായിരുന്നു അർദ്ധരാത്രി കഴിഞ്ഞ് സതീശന് സ്വീകരിക്കാൻ കേരള ഹൗസിൽ കാത്തുനിന്നത്. ആകെ കലുഷിതമായ അന്തരീക്ഷമാണ് നമുക്ക് മുന്നിൽ. തെരുവിൽ അണികൾ പോർ വിളിക്കുന്നു. VD സതീശനെ ഉയർത്തിക്കാട്ടി പ്രകടനം നടന്ന ജില്ലകളിൽ നിന്ന് DCC അധ്യക്ഷന്മാരോട് ഇപ്പോൾ KPCC വിശദീകരണം തേടി. പോയി പണി നോക്കാനാണ് DCCകൾ KPCCയോട് പറയാതെ പറയുന്നത്. അവർ വിശദീകരണങ്ങൾക്ക് മറുപടി നൽകാൻ ഒരുക്കമല്ല. കട്ടയ്ക്ക് പലരും വെല്ലുവിളിക്കുന്നു. ഇടുക്കിയിൽ VD സതീശനെ അനുകൂലിച്ച് പ്രകടനം നടത്തിയ 4 പേരെ ഇക്കഴിഞ്ഞ ദിവസം പദവികളിൽ നിന്ന് നീക്കിയിരുന്നു. എന്നാൽ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇതിനിടയിൽ ഷാഫി പറമ്പിൽ KC വേണുഗോപാലിന് വേണ്ടി പരസ്യമായി കളത്തിലിറങ്ങി. ഷാഫിയുടെ നീക്കങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നത്. വളരെക്കാലം മുമ്പ് തന്നെ KC ഷാഫി പറമ്പിൽ അടക്കമുള്ളവരെ തൻ്റെ ഗ്രൂപ്പിൽ എത്തിച്ചിരുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ളവരുടെ പിന്തുണ KC വേണുഗോപാലിനാണ് എന്നുറപ്പായതോടെയാണ് പരസ്യ പ്രതികരണവുമായി ഷാഫിയും കളത്തിലിറങ്ങിയത്. ഷാഫി പറമ്പിലും മാത്യു കുഴൽനാടനുമൊക്കെ കേരളത്തിൽ വലിയ ഇമേജുള്ള നേതാക്കൾ തന്നെയായിരുന്നു. എന്നാൽ KCയെ പിന്തുണച്ചതോടെ ജനങ്ങൾ അവരെ തെരുവിൽ എടുത്തിട്ട് അലക്കുകയാണ്. MLA-മാരുടെ എണ്ണമല്ല, ജനാഭിലാഷമാണ് വലുത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായാൽ ഏറ്റവും നല്ലത്. മറുവശത്ത് കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ ജനം ഇനി നിങ്ങളെ എറിഞ്ഞുടയ്ക്കും എന്ന കാര്യം പ്രത്യേകം മനസ്സിൽ കരുതുക. വല്ലാത്തൊരു കാഴ്ചയാണിത്. ആ കോൺഗ്രസ് നേതാവ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ സത്യപ്രതിജ്ഞ പന്തലിൽ കൂട്ടയടി നമ്മൾ കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.